ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ കാലഘട്ടമാണ്. നമുക്കധികം പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലാത്ത സമയമാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഞാനിന്നാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ ധാരാളമായിട്ട് മുരിങ്ങയിലൊക്കെ ഉണ്ടാവും. അപ്പം മുരിങ്ങയില വെച്ചിട്ടാണ് നമ്മൾ ഈ സാമ്പാർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മൾ ഇതിനു മുമ്പ് കുറേയധികം സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെയൊക്കെ കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ മുരിങ്ങയില സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. സാമ്പാറിന് ആവശ്യമായ മുരിങ്ങയില തണ്ടിൽ നിന്നെല്ലാം അടർത്തിയെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചതാണിത്. ഞാനിവിടെ ഒരു 2 കപ്പ് മുരിങ്ങയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപ്പ് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് തുവരപ്പരിപ്പ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. പരിപ്പ് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. ഇതിലേക്ക് 8 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. സാമ്പാറിന് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും എല്ലാം കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം, ഈ സൈസിലുള്ള ഒരു കഷ്ണം പെരുങ്കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരുങ്കായം നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ കായപ്പൊടി ആണെങ്കിൽ അത് സാമ്പാർ താളിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. എന്നാൽ ഈ പെരുങ്കായം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റും കൂടുതൽ സാമ്പാറിന് മണവും കിട്ടുന്നത്. ഇതിലേക്ക് 2 മീഡിയം തക്കാളി കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇനി കുക്കർ മൂടി ഒരു 4-5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിലുള്ള പുളിയൊന്ന് കുതിർത്ത് വെക്കാം. ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. പുളി വളരെ കുറച്ച് മതി, കാരണം നമ്മൾ ഇതിൽ തക്കാളി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം കൈകൊണ്ടൊന്ന് നിരടി പിഴിഞ്ഞ് ഇതൊന്ന് കുറച്ച് സമയം മാറ്റി വെക്കാം. കുക്കറിൽ ഒരു 5 വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടതാണ്. ഇപ്പം എൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം ചേർക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കടുകും ജീരകവും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചതും കൂടി ഇട്ട് മൂപ്പിക്കണം. കറിവേപ്പില ഉണക്കമുളകും മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, ഒരു 15 അല്ലി ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം മൂത്തൊന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളിയെല്ലാം ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വരണം. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്കും പൊടികളുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പരിപ്പ് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം.
പുളിവെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇടയ്ക്കൊന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പുളി ചേർത്ത് 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മുരിങ്ങയില ചേർത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മുരിങ്ങയില ചേർത്തതിന് ശേഷം അധികം സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും മുരിങ്ങയില നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മൾ കൂടുതൽ ഓവറായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുരിങ്ങയിലയുടെ ഗുണമെല്ലാം നഷ്ടപ്പെടും. കൂടുതൽ സമയമായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുരിങ്ങയിലക്ക് ചിലപ്പോൾ ഒരു കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അവസാനം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കുമ്പോഴത്തേക്ക് സാമ്പാറിന് ഒരു നല്ല പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ രുചികരമായ മുരിങ്ങയില സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലുള്ള നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്